ഇന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരം കേരളത്തിന്റെ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനത്തെ വിശകലനം ചെയ്യാൻ കഴുകൻ കണ്ണുകളെന്ന് പറഞ്ഞാൽ പോരാ. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. വിശന്ന് വലഞ്ഞു വീഴാനായ കുഞ്ഞിനെ ഭക്ഷിക്കാൻ കഴുകൻ നോക്കിയിരിക്കുന്നത് പോലെ. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. രാഷ്ട്രീയ കഴുകന്മാരുടെ സംഘമാണ് ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ്. അതിന്റെ നേതൃത്വമാണ് സംഘപരിവാരം. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇതേവരെ ഒരു അണാ പൈസ കൊടുക്കാൻ, ഇതേവരെ പുനരുദ്ധാരണ പദ്ധതികൾക്ക് നേതൃത്വമാകാൻ, എന്നിട്ട് പറയുന്നു ഈ പ്രോജക്ട് അങ്ങ് സമർപ്പിക്കണം, ഈ അസസ്മെന്റ് ശരിയാമെന്ന് എടുത്തു കൊടുക്കണം. അല്ലേ? ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ല. കോടാനുകൂടി വരുന്ന മനുഷ്യന്മാർ ഈ ചർച്ച കാണുന്നുണ്ട്. അവരുടെ നാടാണ് കേരളം. അവരെ നിങ്ങളുടെ തുക്കിട നുണകൾ ഉപയോഗിച്ച് പറ്റിക്കാം, അവരെ ഇരുത്താം എന്ന് ദയവ് ചെയ്ത് BJP അത്ര ശക്തമായ ധാർമ്മിക രോഷം കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടാകും. നമ്മൾ കഴിയുന്നതൊക്കെ വയനാടിന് വേണ്ടി ചെയ്യുന്നുമുണ്ട്. ഒരു സംശയം ജയ്ക്ക്, ഒരു സംശയം. യെസ്, ടെൽ മീ, ആസ്ക് മീ. സംശയം എന്നും നല്ലതാണ്. കേന്ദ്രം കേരളത്തെ പ്രത്യേകമായി അവഗണിക്കുന്നു എന്ന് പോലും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? പറയണ നാട്ടുകാരോട് അത് ഉത്തരം പറ. അതൊന്നും എനിക്കറിയാൻ മേല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലല്ലോ ജയ്. അല്ലേ? അല്ല, ഇത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പക്വതയ്ക്ക് എന്ത് സംഭവിക്കാനാണ്? എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അങ്ങയുടെ ചെറിയൊരു ഇട്ടാവട്ടതുകൊണ്ട് ഇതിനെ കാണരുതെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. എന്നിട്ട് കേരളത്തോട് കണക്ക് പറഞ്ഞ് കേരളത്തിന്റെ പോക്കറ്റിൽ നിന്ന് പണം പിടിച്ച് പറിച്ചുകൊണ്ട് പോയില്ലേ? ഒരു പിടിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ജയ്ക്ക് ഇപ്പോൾ വളരെ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി തന്നെ കേരളത്തെ ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിന് രാഷ്ട്രീയമായ ഉദ്ദേശം മാത്രമാണ് എന്ന് വളരെ രോഷത്തോടെ പ്രതികരിച്ചു. കേരളത്തെ അവഗണിക്കുന്നു എന്നൊരു വാചകം പോലും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സുദീർഘമായ മറുപടിയിൽ ഇല്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു PR ഏജൻസി ഇല്ല. ഒരു PR ഏജൻസിയുമായിട്ടും ഒരണാ പൈസ ഞങ്ങൾ മുടക്കിയിട്ടുമില്ല. എങ്ങനെ ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ച് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് ആകെ സങ്കടവും പ്രയാസവും പ്രതിഷേധവും ഒക്കെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്തായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവെ വർഗീയ കലാപം ഉണ്ടാക്കാൻ പര്യാപ്തമായ പ്രചാരണം? അത് ഇതായിരുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികളും അതോടൊപ്പം തന്നെ മതവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ പരിശുദ്ധതയോടുകൂടെ കരുതുന്ന പരിശുദ്ധ ഖുർആനെ കേരളത്തിൽ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞവർ ആരാണ്? നിങ്ങളാണ് പറഞ്ഞത്. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതിന് അച്ചടി മഷി പുരട്ടിയവരുണ്ട്, ദൃശ്യചാരത നൽകിയവരുണ്ട്. മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഈ മാപ്പ് പറച്ചിലിന്റെ കഥയൊക്കെ നമ്മൾ പറയാൻ പോയാൽ നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുകയായിരിക്കും ശ്രീ ജേക്സി തോമസ് നല്ലത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മാനനഷ്ട കേസിൽ തോറ്റുപോയ കഥകളൊക്കെ ഒരുപാട് കേരളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോ അതിലേക്കൊന്നും പോവാതിരിക്കുകയായിരിക്കും നല്ലത്. എന്റെ എല്ലാ മാനവും പോയി. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. CPM ഉദ്ദേശിക്കുന്നത് എന്ത് നിരർത്ഥകമായ വാദഗതികളാണ് ഈ CPM ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ഇടയിലേക്ക് വർഗീയ പരാമർശം കുത്തിക്കയറ്റിയിട്ട് അവർക്കെതിരെ കേസെടുക്കില്ല, അവർക്കെതിരെ അന്വേഷണം വേണ്ട, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് ഹിന്ദു വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടാ ഇത് പറയുന്നത്? ഇത് സാമാന്യ ജനത്തിന് സാമാന്യ ബോധമില്ലാതെ ഇതുപോലെ വിശദീകരിച്ചാൽ ഇത് ആരോടാ പറയുന്നത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ നിൽക്കട്ടെ. ഇവിടെ ജയ്ക്ക് കുറെ അധികം കാര്യങ്ങൾ, ഇവിടെ കോൺഗ്രസ് എന്തോ മാപ്പ് പറഞ്ഞില്ല. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എന്തിനാണ് സാർ കോൺഗ്രസ് മാപ്പ് പറയേണ്ടത്? ഇതാരാണ് ഈ ഖുറാനിന്റെ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞതാരാണ്? ഞങ്ങളാണോ പറഞ്ഞേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ.
ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഖുറാൻ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആര് 112 ദിവസം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന ശിവശങ്കരൻ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആ സ്ത്രീ പറഞ്ഞ ഖുറാനിലെ കള്ളക്കടത്തിന്റെ കാര്യവും ഈ ശിവശങ്കരന്റെ 112 ദിവസത്തെ സ്വർണ്ണക്കടത്തിന്റെ കാര്യവും ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഹായ് ഹരിതേ അഡൽസൊള്ളി സിനിമ ജയ്ഹിന്ദിൽ പ്രദർശിപ്പിച്ചു. മാപ്പ് പറയുന്നോ യൂത്ത് കോൺഗ്രസ് നേതാവ്? 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു സിനിമയെ കോൺഗ്രസിന്റെ ചാനലിൽ പ്രദർശിപ്പിച്ചു. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എറണാകുളം CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിയുടെ അടൽച്ചൊല്ലി ഫിലിം പിടിച്ച് പുറത്തേട്ട് വിട്ട് ജില്ലാ സെക്രട്ടറിക്ക് പുറത്തേണ്ടി വന്ന പാർട്ടിയാണ് നിങ്ങൾ. ജില്ലാ സെക്രട്ടറിയുടെ അടൽച്ചൊല്ലി ഫിലിം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് പിടിച്ച പാർട്ടിക്കാരാണ് ഇവിടെ വന്ന് അടൽച്ചൊല്ലി ഫിലിമിന്റെ കാര്യം പറഞ്ഞത്. നാളെ മുതലും പലിശ ചേർത്ത് കിട്ടി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കേരളം തല തകർന്ന് നിലത്ത് വീഴണം. കേരളം തോറ്റുപോയവരുടെയും തകർന്നു പോയവരുടെയും നാടായി മാറണം. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? മുമ്പ് ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉപയോഗിച്ചു കഴുകൻ കണ്ണുകളെ സംബന്ധിച്ച്. അതെനിക്കിഷ്ടമില്ല. അർത്ഥപൂർണമാണ്, പക്ഷേ പ്രയോഗിക്കേണ്ട സ്ഥലം അതായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. കെവിൻ കാർട്ടർ എന്ന മാധ്യമ പ്രവർത്തകനെ കുറിച്ച് അദ്ദേഹം എടുക്കുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ഒരു കുഞ്ഞ് വിശന്ന് മരിച്ചു വീഴായി കിടക്കുമ്പോൾ ഒരു കഴുകൻ കണ്ണുകളോടുകൂടെ കുഞ്ഞിന്റെ ശരീരത്തെ ഭക്ഷിക്കാൻ നിൽക്കുകയാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ചവപ്പെട്ടിയൊക്കെ വിറ്റ് നല്ല കാശുണ്ടാക്കിയ പഴയ പാരമ്പര്യമുള്ള പാർട്ടിക്കാരാണല്ലോ. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ആ പ്രതീക്ഷിക്കുന്ന ചെലവിനെ സംബന്ധിച്ച് SDRF-ന്റെയും NDRF-ന്റെയും മാനകങ്ങൾ പ്രകാരം കേരളം കണക്ക് സമർപ്പിച്ചു. ആ കണക്ക് യഥാർത്ഥത്തിൽ 1200 കോടി കിട്ടിയാലും മതിയാവോ? ബില്ലോ ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. അല്ല നിഷ, ഞാൻ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. ജയ്ക്ക് ഒരു യുവജന നേതാവാണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ഈ ദുരന്തം നേരിടുമ്പോൾ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്ന് പറയാം. എന്നൊക്കെ പറയണ്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ഇതിലും ഭേദം നിങ്ങൾ അങ്ങ് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്ന. ഇത്തരം പണിയായി എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഈ ആക്ച്വൽസും എസ്റ്റിമേഷൻസും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മിനിമം ഒന്ന് പഠിക്കണം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. പണ്ട് PPE കിറ്റ് 500 രൂപയുടെ PPE കിറ്റ് നിങ്ങൾ 1500 രൂപയ്ക്ക് മേടിച്ച് കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചിട്ടുള്ള പരാതി ഇപ്പോഴും നിലവിലുണ്ട്. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നിങ്ങൾ ശവപ്പെട്ടി കുംഭകോണത്തെ കുറിച്ചായിരിക്കും BJP-യുടെ ആ കാര്യമായിരിക്കും നിങ്ങൾ പറഞ്ഞത്, ശവപ്പെട്ടി വിറ്റ് കാശ് മേടിച്ചെന്ന്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. ചവപ്പെട്ടിയൊക്കെ വിറ്റ് നല്ല കാശുണ്ടാക്കിയ പഴയ പാരമ്പര്യമുള്ള പാർട്ടിക്കാരാണല്ലോ. ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. അത് പറയുമ്പോ നിങ്ങളിപ്പോ ശവമടക്ക കുംഭകോണാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജയ്ക്ക് മറക്കരുത്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ എന്തിന്റെ കുറവാണുള്ളതെന്ന് താങ്കൾ ചോദിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒറ്റ കുറവേ ഉള്ളൂ, അത് പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരാ. ഈ ഒരു കുറവാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഒരക്ഷരം പോലും തെറ്റിയില്ല. അയ്യോ കഴിഞ്ഞില്ല, ഇനി കുറേയുണ്ട്. ചിരിച്ചിരി മണ്ണ് തപ്പും. ദുരന്തമുണ്ടായി അവിടെ സേവനം അനുഷ്ഠിക്കാൻ സൈന്യം പോയാലും അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാലും ഒക്കെ ആ പണം തിരികെ ആ സംസ്ഥാനങ്ങൾ അടയ്ക്കാറുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. കുടിവെള്ളം കൊടുത്ത വകയില് നിക്ക് ഞാൻ അന്ന് അവതാരിക ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. BJP നേതാവ് പറയണ്ട, ഇപ്പൊ ആ പണി അവതാരികയ്ക്കാണല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അപ്പോ കുടിവെള്ളം കൊടുത്ത വകയിലും എയർലിഫ്റ്റിംഗ് നടത്തിയ വകയിലും കുറച്ച് കുടിവെള്ളം ജയിക്കിന് കൊടുക്കേണ്ടി വരും. കുറച്ച് കുടിവെള്ളം ജയിക്കിന് കൊടുക്കേണ്ടി വരും. സാരമില്ല, ഞാനിത് പ്രതീക്ഷ തന്നെ വന്നത്.